സ്ത്രീകളുടെ ഇടയിൽ വ്യാപിച്ച എന്തിനും ഫോൺ എടുക്കാൻ പരിധിയുണ്ട് മോളെ, പരിധിയുണ്ട് പെങ്ങളെ. പള്ളിപ്പറമ്പിൽ കിടക്കണം, റൂഹങ്ങ് പോയി കഴിഞ്ഞാൽ ഈ പറയുന്ന അല്ലെങ്കിൽ വാട്സപ്പിലൂടെയും മറ്റുമൊക്കെ എന്തെങ്കിലും എഴുതിവിടുന്ന ആളുകളൊന്നും ഉണ്ടാവില്ല മക്കളെ. ഇപ്പോഴത്തെ ട്രെൻഡ് എന്നുള്ളത് അതൊരു വല്ലാത്ത ഒരവസ്ഥയാണ്. ഞാൻ പറഞ്ഞല്ലോ, പെൺകുട്ടികൾക്ക് ഉമ്മയും വേണ്ട വാപ്പയും വേണ്ട. കാരണം ഈ സോഷ്യൽ മീഡിയകളിലൂടെയും മറ്റുമൊക്കെ എന്തൊക്കെയോ കേൾക്കുന്നു കാണുന്നു. അതൊക്കെ ജീവിക്കും ഈ പ്രസരിപ്പ് സമയമാണ് മക്കളെ. അങ്ങ് കഴിഞ്ഞു. ഒന്ന് കിടന്നാൽ പിന്നെ ആരുണ്ടാവില്ല, പിന്നെ ഒരാളും പിന്നെ വിഷയത്തിൽ നിന്ന് ഇടപെടാനുണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ കുട്ടികളോട് പറയാ, അതിൻ്റെ ഗൗരവമുള്ള വിഷയം നാളെ ഞാൻ പറയുന്നുണ്ട്. ഇപ്പോൾ വീട്ടിലേക്കൊരു മനുഷ്യൻ കയറി വരുമ്പോഴും വീട്ടിൽ ഭർത്താവിൻ്റെ ഫോണോ മറ്റോ ബെല്ലടിക്കുമ്പോഴുമൊക്കെ അവിടെയൊക്കെ സൂക്ഷിക്കേണ്ടതുണ്ട്. ആരെങ്കിലും ബെല്ലടിക്കുമ്പോഴേക്കും വാതിൽ തുറന്നിട്ടാണോ ആരാ ചോദിക്കേണ്ടത്, എവിടുന്നാ ചോദിക്കേണ്ടത്? വാതിൽ തുറക്കുന്നത് മുമ്പാണോ ചോദിക്കേണ്ടത്? ഇസ്ലാമിൽ നിയമമുണ്ടല്ലോ. ഞാൻ വായിക്കാം. ഒന്ന്, നല്ല സന്തോഷകരമായ സമ്മതമുണ്ടോ എന്ന് അന്വേഷിക്കുന്നത് വരെ, അറിയുന്നത് വരെ നിങ്ങൾ ഒരാളുടെയും വീട്ടിൽ പ്രവേശിക്കരുത്. രണ്ടാമത് പറയുന്നു, 3 തവണ സലാം ചൊല്ലിയിട്ട് വേണം അന്യ വീട്ടിലേക്ക് പോകേണ്ടത്. അന്യൊരു വീട്ടിൽ കാലെടുത്ത് വെക്കണോ 3 സലാം ചൊല്ലണം. നോക്കൂ നിങ്ങൾ. ഒന്ന്, അതെങ്ങനെയാണ്? അസ്സലാമു അലൈക്കും അദ്ഖുലു, അസ്സലാമു അലൈക്കും അദ്ഖുലു. സലാം ചൊല്ലിയിട്ട് ഞാൻ ഈ വീട്ടിൽ പ്രവേശിക്കട്ടെ 3 പ്രാവശ്യം. എന്നിട്ട് ഫഇൽ അദീന ലഹു, സമ്മതം കൊടുത്താൽ, സമ്മതം തുറന്നോളൂ എന്ന് പറഞ്ഞാൽ 1 സലാം കൂടെ വീണ്ടും ചൊല്ലണം. കാരണം അതെന്തിനാണെന്ന് ചോദിച്ചാൽ, ഒന്ന്, അവർക്ക് ഒരാൾ പുറത്തു വന്നിട്ടുണ്ട്, ഇതറിയാൻ വേണ്ടിയാണ്. അൽ-ഇസ്തിഇദാനു സലാസ, 3 പ്രാവശ്യം സമ്മതം ചോദിക്കണം. ഫലം യുഅദൻ ലഹു മിൻഹും ഫൽയർജഅ, എന്നിട്ട് 3 പ്രാവശ്യം സമ്മതം ചോദിച്ച് മറുപടി കിട്ടിയില്ലെങ്കിൽ ആ വീട്ടിൽ പിന്നെ വീതിൽ തുറന്ന് ചോദിക്കാൻ ആരുല്ലേ? ചോദിക്കരുത്, തിരിച്ചു പോകേണ്ടതുണ്ട്. അമ്മൽ ഊലാ, സഹോദരിമാരെ, 1ാമത്തെ പ്രാവശ്യം സലാം പറയുന്നത് ഫലിയസ്മഅൽ ഹയ്യൂ, ആ വീട്ടിൽ ജീവിച്ചിരിക്കുന്നവര് അവർ കേൾക്കാൻ വേണ്ടിയാണ്. ആ വീട്ടിൻ്റെ ഉള്ളിലുള്ള മനുഷ്യന്മാർ, അകത്തടത്തിൽ താമസിക്കുന്നവര് അവർ കേൾക്കാൻ വേണ്ടിയാണ്. ആരോ പുറത്തു വന്നിട്ടുണ്ട്. വ അമ്മസാനി, 2ാമത്തെ സലാം ഫൽയഖുദൂ ഹിദ്റഹും, അവർ തയ്യാറെടുപ്പ് നടത്താനാണ്. 2ാമത് സലാം ചെല്ലുമ്പോഴേക്കും ആ വീട്ടിൽ ഒരു തയ്യാറെടുപ്പ് സ്വാഭാവികല്ലേ. ഒരാൾ വീട്ടിൽ വരികയാണല്ലോ, അപ്പോൾ കസാരക്കണോ ഒന്ന് നിരത്തി, ചിലപ്പോൾ അടുക്കാട്ടൊക്കെണോ തട്ടിക്കൊട്ടോ ഒരു ചെറിയ രൂപത്തിൽ ആ വീട്ടുകാർ ചെയ്യും. നമ്മൾ വീട്ടിൽ ചെന്നിട്ടല്ല അത് ചെയ്യേണ്ടത്, അതിനുള്ള സൗകര്യം. 3 അവരുദ്ദേശിച്ചാൽ അതിനോ അവർ സമ്മതം നൽകുന്നതാണ്. അവരുദ്ദേശിച്ചാലോ റദ്ദു, അവർ മടക്കുകയും ചെയ്യും. എവിടെ ആളില്ല എന്നോ അല്ലെങ്കിൽ അവർ ഇഷ്ടപ്പെടാത്ത വിധത്തിൽ മറുപടി പറയും. എന്നാൽ മുസ്ലിമീങ്ങളെ, വലാ തഖിഫന്ന അലാ ബാബി ഖൗമിൽ റദ്ദൂക അൽ ബാബ് ഫഇന്ന ലിന്നാസി ഹാജാത് വലഹും അശ്ഗാൽ വല്ലാഹു ഔലാ ബിൽ ഉദ്രി. പണ്ഡിത ലോകം എഴുതി വെച്ചിട്ടുണ്ട്, അല്ലയോ മുസ്ലിം സഹോദരങ്ങൾ, ലാ തഖിഫന്ന, നിങ്ങൾ നിൽക്കരുതേ, അലാ ബാബി ഖൗമിൽ, ഒരു മനുഷ്യന്റെയും വീട്ടിൻ്റെ അരികിൽ, വാതിലിന്റെ നേരെയായി അതൊന്നുകൂടെ വിവരിക്കുന്നുണ്ട്. അവിടെ നിങ്ങൾ നിൽക്കരുത്. മാത്രമല്ല, അലം യഅൻ റദ്ദൂക അൽ ബാബ് ഫഇന്ന ലിന്നാസി ഹജാത്, ആളുകൾക്ക് പല ആവശ്യങ്ങളുമുണ്ട്. വലഹും മശ്ഗാൽ, അവർക്ക് പല ചുറ്റുപാടുകളുമുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് വാതിൽ തുറക്കുമ്പോൾ
ഒന്നുകിൽ അപ്പുറത്തോ ഇപ്പുറത്തോ നിൽക്കുകയല്ലാതെ ഒരു കാരണവശാലും നേർക്ക് നേരെ നിന്നു പോകരുത്. ഇസ്ലാമിന്റെ നിയമം നോക്കൂ. മുസ്ലിമീങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളായി പറയുന്നു. കുറച്ചൊന്നല്ല. കാനഫിൽ ജാഹിലിയ കാലത്ത്. അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത്, പറയാൻ പറ്റുന്നതും പറയാൻ പറ്റാത്തതുമായ കുറേ ആവശ്യങ്ങൾ അവർക്കുണ്ടാകും. ചില നമുക്ക് പറയാൻ പറ്റും, അവർക്ക് ചിലത് പറയാൻ പറ്റില്ല. അപ്പൊ നോക്കിക്കൊണ്ടായിരിക്കണം ഒരു വീട്ടുമുറ്റത്ത് നിൽക്കേണ്ടത്. കാനഫിൽ ജാഹിലിയ കാലത്ത് ഉണ്ടായിരുന്നു. കാന അഹദുഹും യന്തലിഖു ഇലാ സ്വാഹിബിഹി, ഒരു ചെറുപ്പക്കാരൻ അല്ലെങ്കിൽ ഒരു നാട്ടിലൊരു മനുഷ്യൻ, അയാളെ കൂട്ടുകാരൻ്റെ വീട്ടിലേക്ക് പോകും. ഫലാ യസ്തഅ്ദിനു, സമ്മതം ചോദിക്കുക. ഞങ്ങളൊക്കെ ഒരു കമ്പനിയല്ലേ? എന്ത് കമ്പനി? ഞങ്ങളൊക്കെ ഒന്നെന്നല്ലേ? ഞങ്ങളൊരു ടീമല്ലേ? ഏത് ടീം? എന്ത് ടീം? അപ്പോ ജാഹിലിയ കാലത്തുള്ള ഇരുണ്ട യുഗത്തിൽ, അന്ന് അഥവാ പെൺകുട്ടിയെ പ്രസവിച്ച ജീവനോടെ കുടിച്ചു മൂടുന്ന കാലം എന്നൊക്കെ പറയില്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കുക. അക്കാലഘട്ടത്തിൽ ഒരു മനുഷ്യൻ കൂട്ടുകാരുടെ വീട്ടിൽ ചെല്ലും, സമ്മതം ചോദിക്കാതെ വീട്ടിൽ അടുക്കളയിൽ അങ്ങ് വീട്ടിൽ റൂമിലേക്കൊക്കെ കയറി ചെല്ലും. അവർ പറയും ഞങ്ങൾ ഒന്നെന്നല്ലേ? എത്ര മോശപ്പെട്ടൊരു ശൈലിയാണത് അന്നുണ്ടായിരുന്നു. അങ്ങനെ അവിടുന്ന് ഇലാ സ്വാഹിബിഹി ഫലാ യസ്തഅ്ദിനു ഫയശുഖു ദാലിക, ഇത് ആ മനുഷ്യന് വലിയ വിഷമമായി, വലിയ പ്രയാസമായി. വലഅല്ലഹു യകൂനു മഅ അഹ്ലിഹി, ചിലപ്പോൾ ആ മനുഷ്യനും ഭാര്യയൊക്കെ ഇരുന്ന് അവർ ഒരുമിച്ച് ഭക്ഷണം കഴിച്ച് തമാശ പറഞ്ഞിരിക്കായിരിക്കും. അല്ലവിടെ ശരീരത്തിലും ആളുകളുടെ ഡ്രസ്സിലൊക്കെ ഒരു മാറ്റമുണ്ടായേക്കാം. ഇത് അറിഞ്ഞപ്പോൾ ഫഗയ്യറല്ലാഹു ദാലിക, അല്ലാഹു തആല ഇതിനെ മാറ്റിമറിച്ചുകൊണ്ട് ആയത്തിറക്കി. പാടില്ല മുസ്ലിമീങ്ങളെ, ഈമാനിന്റെ വെളിച്ചമുള്ളവർ എത്ര അടുത്ത കൂട്ടുകാരാണെങ്കിലും അടുത്ത കുടുംബങ്ങളാണെങ്കിലും ചോദിക്കാതെ വീട്ടിലേക്കങ്ങ് പോകരുത്, സമ്മതം കിട്ടാതെ വീട്ടിൽ പോകരുത്. ഇത് മഹാന്മാര് പഠിപ്പിക്കുകയാണ്. മാത്രമല്ല, അങ്ങനെ സലാം വീട്ടിൽ ചെന്ന് മറ്റുള്ളവരുടെ വീട്ടുമുറ്റത്ത് തന്ന് സലാം പറഞ്ഞു പോയാൽ നാട്ടുകാരെ സലാം മടക്കണം. അത് കേൾക്കത്തക്ക വിധത്തിലാവണം. ഈ വീട്ടുകാർ അല്ലെങ്കിൽ വന്ന വ്യക്തികൾ കേൾക്കത്തക്ക വിധത്തിൽ അത് മടക്കേണ്ടതുണ്ട്. ഇസ്തഅ്ദന നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു അന്യപുരുഷനാണ് എങ്കിൽ പെണ്ണ് അവർ കേൾക്കത്തക്ക വിധത്തിലല്ല മടക്കേണ്ടത്. പുരുഷനും പുരുഷനായിരിക്കണം. അവിടെ വരെ നിബന്ധനയുണ്ട്. ഇസ്തഅ്ദന നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലാ സഅദ് ബിൻ ഉബാദ തങ്ങളുടെ ചാരത്ത് നബി തങ്ങൾ സമ്മതം ചോദിച്ചു. അഥവാ സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിന്റെ അരികിൽ ചൊല്ലുന്നത് അത് റസൂലുള്ളയാണ്. അവിടുന്ന് സലാം പറഞ്ഞു. ഫഖാൽ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. നബി തങ്ങൾ സഅദ് തങ്ങളുടെ വീട്ടുകാർക്ക് സലാം ചൊല്ലി. വലം യസ്മഇൻ നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ കേട്ടില്ല. അയ്യറുദ്ദ, മടക്കുന്നത് കേട്ടില്ല. ഹത്താ സല്ലമ സലാസ, 3 പ്രാവശ്യം നബി തങ്ങൾ ആ സലാം പറഞ്ഞു. നബി തങ്ങളാണ് 3 വട്ടം പറയുന്നത്. വറദ്ദ അലൈഹി സഅദുൽ, നബി തങ്ങളുടെ സലാമിന് 3 പ്രാവശ്യം സഅദ് തങ്ങൾ മടക്കുകയും ചെയ്തു. വലം യുസ്മിഉഹു, നബി തങ്ങളെ കേൾപ്പിക്കാത്ത മടക്കലാണ്. റസൂലുള്ള കേട്ടില്ല, കേൾപ്പിച്ചില്ല. കേൾപ്പിക്കാത്ത വിധത്തിൽ പതുക്കെയാണ് മടക്കിയത്. ഉടനെ ഫറജഅൽ നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ വീട്ടിലുള്ളവരുടെ സലാം മടക്കുന്നത് കേൾക്കാതെ വന്നപ്പോൾ റസൂലുള്ളാഹി തിരിച്ചു പോന്നു. ഫാത്ബഅഹു സഅദുൻ, സഅദ് തങ്ങൾ ഓടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിന്നിൽ ചെന്നിട്ട് യാ റസൂലല്ലാഹ് യാ ഹബീബല്ലാഹ് ബി അബീ വ ഉമ്മീ
യാ ഹബീബല്ലാഹ്, നബിയേ അങ്ങ് പോകരുത്. മാ സല്ലംത തസ്ലീമത്തൽ ഇല്ലാ വഹിയ ബിഉദ്നയ്യ, അങ്ങ് ഓരോ പ്രാവശ്യം സലാം പറഞ്ഞപ്പോഴും എൻ്റെ 2 ചെവിടുകൊണ്ട് ഞാൻ കേട്ടു നബിയേ, ഞാൻ നേർക്ക് നേരെ കേട്ടു നബിയേ. വഖറദത്തു അലൈക, ഞാൻ സലാമടക്കുകയും ചെയ്തു. പക്ഷേ വലം ഉസ്മിഇക, ഞാൻ തങ്ങളെ കേൾപ്പിക്കാതിരിക്കാനുള്ള കാരണം വഅറത്തു അൻ അസ്തക്സിറ മിൻ സലാമിക, അവിടുന്ന് സലാം പറയുമ്പോൾ അസ്സലാമു അലൈക്കും, അല്ലാഹുവിൻ്റെ രക്ഷ നിങ്ങൾക്കുണ്ടാവട്ടെ എന്നല്ലേ നബിയേ. അങ്ങ് സലാം ആദ്യമായി പറഞ്ഞപ്പോ ഞാൻ പതുക്കെ മറുപടി പറഞ്ഞു വഅലൈക്കും അസ്സലാം. പക്ഷെ അങ്ങയെ കേൾപ്പിച്ചില്ല. കാരണം ഒന്നും കൂടെ അവിടുന്ന് സലാം പറഞ്ഞെങ്കിൽ, അങ്ങയുടെ നാവ് കൊണ്ട് ഒന്നും കൂടെ സലാം പറഞ്ഞെങ്കിൽ, അങ്ങനെ അവിടുന്ന് 2ാമത് സലാം പറഞ്ഞു. അപ്പോഴും ഞാൻ മടക്കി, പക്ഷേ ഉറക്കമടക്കിയില്ല. ഒന്നും കൂടെ സലാം പറഞ്ഞെങ്കിൽ അവിടുത്തെ ആ ബറക്കത്തും സന്തോഷവും ആരുലയും ലഭിക്കാൻ വേണ്ടിയാണ് ഞാൻ പതുക്കെ മടക്കിയത്. അങ്ങ് തിരിച്ചു വരണേ നബിയേ, അങ്ങ് വീട്ടിലേക്ക് വരണേ നബിയേ. പാവങ്ങളെ മറന്ന്, പാവങ്ങളെ വേദനിപ്പിച്ച്, അല്ലെങ്കിൽ പാവങ്ങളെ ഒഴിവാക്കി അങ്ങ് പോകല്ല നബിയേ. മുഹമ്മദുർ റസൂലുള്ളാഹ്, നബിത്തങ്ങൾ തിരിച്ചു പോകുന്നു. ഞാൻ പറയുന്നത് ഇത് വല്ലാത്തൊരു റസൂലുള്ളാഹിന്റെ സലാം അത് പതുക്കെ മടക്കി എന്നുള്ളത് അത് ഈ ഒരു പൊരുത്തത്തിന് വേണ്ടിയാണ്, ആ ഒരു പൊരുത്തത്തിന് വേണ്ടിയാണ്. പക്ഷേ മുഅ്മിനീങ്ങൾ സലാം മടക്കുമ്പോൾ അത് കേൾക്കത്തക്ക വിധത്തിൽ മടക്കുകയും വേണം. അബൂ മൂസൽ അശ്അരി തങ്ങൾ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഇദസ്തഅദന അഹദുക്കും സലാസ, വീട്ടുമുറ്റത്ത് ചെന്ന് 3 പ്രാവശ്യം നിങ്ങൾ സമ്മതം ചോദിച്ചു. അങ്ങനെ ഫലം യുഅദൻ ലഹു, സമ്മതം കിട്ടിയില്ല, ഫൽയൻസരിഫ്, അവർ ആ വീട്ടിൽ പിന്നെ അവിടെ നിൽക്കരുത്, അവർ തിരിച്ചു പോകേണ്ടതാണ്.